ഇവളമ്മത് സേന അഴക പൂവിൻ മാറലേ അഴക് ഇവളുതാ ദേവതയേ ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണ് ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണ് താമരപ്പൂവോ തൊട്ടാവാടി പെണ്ണല്ല രണ്ടും ചേർന്നാലൊന്നാ നീ കണ്ണല്ല തെമ്മാടിക്കാറ്റ് ചുമ്മാതിക്കാറ്റ് ഒന്നാ കാണിക്കുന്നു ഇത്. ഈ പെണ്ണിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? കുറേ വീഡിയോസ് ഞാൻ കണ്ടു. ഒരുമാതിരി ഇളകി മറിഞ്ഞ് പെണ്ണുങ്ങളെ തന്നെ മാനം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം. ചേച്ചിയും കൊള്ളാം, അനിയത്തിയും കൊള്ളാം. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് വലിയ രീതിയിലാണ് കാണിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രദർശനം പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വീഡിയോ ഇട്ട് പ്രത്യേക കണ്ടന്റ് ഉണ്ടായിട്ടോ അങ്ങനൊന്നുമല്ല. ഇത് ഇളകി മറിഞ്ഞുള്ള ഒരു വീഡിയോ പിടുത്തം. എന്നാ കേരളത്തിലെ ആണുങ്ങൾ മുഴുവനും എന്താ കാമപ്രാന്തന്മാരാണോ? നിങ്ങൾ ഇങ്ങനെ കിടന്ന് കാണിക്കുന്ന കാണുമ്പോൾ അതിൽ ലയിച്ചും പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഉളുപ്പ് ഇല്ലേ? ആളുകളുടെ മുഖത്ത് നാളെ നോക്കേണ്ടതാണെന്നുള്ളൊരു അങ്ങനൊരു യാതൊരു മൈൻഡും ഇല്ല. ഈ പെൺകുട്ടിക്ക് അമ്മയും അച്ഛനും ഇല്ലേ പറഞ്ഞു കൊടുക്കാൻ? ഇടയ്ക്ക് അച്ഛനെയൊക്കെ കാണാം. പിന്നെ എല്ലാ വീഡിയോ ഒന്നും ഞാൻ കാണാറില്ല, എനിക്കിഷ്ടവും ഇല്ല. പിന്നെ ഇടയ്ക്ക് ചില വീഡിയോ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് 1-2 പ്രാവശ്യം വീഡിയോ ചെയ്യണമെന്ന് തോന്നി, പിന്നെ വേണ്ടാന്ന് കരുതി. എന്നാലും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ എന്തൊരു നമുക്ക് വേണമെങ്കിൽ മാറ്റി വിടാം, പക്ഷെ എന്നാലും അതൊരു അത്ര ഒരു രസമില്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഈ കാണിക്കുന്നത്. ശരീരത്തിൻ്റെ വലിപ്പവും എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇട്ട് പ്രദർശനത്തിനിറങ്ങുമ്പോൾ ഇത് കണ്ടിട്ട് മൂക്കും കുത്തി വീഴുന്നതാണ് എല്ലാ ആണുങ്ങളും ഒന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയല്ല. വീഴുന്ന ആണുങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ അത് നല്ല രീതിയിൽ നിങ്ങളെ കാണുന്നു എന്നുള്ള കാഴ്ചപ്പാട് വെറുതെയാണ്. ബ്യൂട്ടി ബ്ലോഗർ ആണെന്നാണ് പറയുന്നത്. ചാനലിൻ്റെ പേര് തന്നെ അങ്ങനെ എന്തോ ബ്യൂട്ടി ടിപ്സ് മലയാളം അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന രീതി കണ്ടാൽ വേറെ എന്തോ ഒരു ചാനലായിട്ടാണ് ഇത് തോന്നുന്നത്. ഇപ്പോൾ ആണുങ്ങൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് തെറ്റായിരിക്കും. ഒരു പെണ്ണ് തന്നെ പെണ്ണിൻ്റെ കാര്യങ്ങൾ പറയുമ്പം അതിലെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിട്ടാണല്ലോ ഇങ്ങനെ പറയാൻ തോന്നുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പം ഞാൻ പറയുന്നത് നിനക്കെന്താ ഇതിൻ്റെ കാര്യം എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. നമുക്ക് പ്രതികരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. എന്തെല്ലാം രീതിയിലുള്ള കണ്ടൻറ്റുകളുണ്ട്, അത് മാന്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് വന്ന് അവതരിപ്പിക്കാൻ പറ്റും. ഏത് കണ്ടൻ്റ് ആണെങ്കിലും ശരി തന്നെ. പക്ഷെ ഇത് മോശമായ രീതിയിൽ വന്ന് എന്നാൽ അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ചേട്ടത്തിയുമുണ്ട്, അനിയത്തിയുമുണ്ട്. ചേച്ചി കല്യാണം കഴിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഭർത്താവിനെ അങ്ങനെ വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവർ രണ്ടുപേരുടെയും തമ്മിലുള്ള വീഡിയോ ആണ് കുറേ കാണാറുള്ളത്. അതിൻ്റെ അകത്തെല്ലാം ചാടുന്നു, ഡാൻസ് കളിക്കുന്നു. എന്നിട്ട് ഈ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു ആൾക്കാരെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡാൻസ് കളിയാണ്. പല സോങ്ങിൻ്റെയും ഡാൻസ് കളിക്കുന്നത് കാണാം. എന്താ ഭൂമി കുലുങ്ങി വരുന്നത് പോലെയാണ് ആ പെങ്കൊച്ചിങ്ങോട്ട് കയറി വരുന്നത്. പുള്ളിക്കാരത്തി ഓർക്കുന്നത് ഇത് ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുമെന്നായിരിക്കും കരുതുന്നത്. പക്ഷെ നിങ്ങൾ ഏത് തരത്തിലാണ് ഈ വീഡിയോയിൽ ആളുകൾ കാണുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ സ്വന്തമായ അഭിപ്രായമാണ് പറയുന്നത്. ഇതിന് വിമർശനങ്ങളാകാം, യാതൊരു വിഷയവും എനിക്കിതിനില്ല. പക്ഷെ എന്നാലും വീഡിയോ കാണുമ്പം
എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം പറയുന്നു എന്നേ ഉള്ളൂ.